ഇപ്പോഴത്തെ തട്ടിപ്പെന്താണെന്നറിയോ? ഇദ്ദേഹം നാട് നിങ്ങൾ പറഞ്ഞെടുക്കണത്, ഇദ്ദേഹം കുറേ ക്ലിപ്പ് ഈ പറയുന്ന അനസുണ്ടല്ലോ, എന്നെ ഏറ്റവും അധികം വിമർശിക്കുന്ന ഈ അനസുണ്ടല്ലോ, അനസ് എന്നെ അനുകൂലിച്ചാണ് 1 കൊല്ലം ഈ അടുത്ത കാലം വരെ ബഹ്റൈനിൽ നടന്ന മുഖാമുഖത്തിൽ വരെ സംസാരിച്ചത് എന്നാ. ഇത് കേൾക്കുന്ന ആണ്ട് ക്ലിപ്പിട്ട് കൊടുക്കുക, ഒരു 15 മിനിറ്റ് ക്ലിപ്പ്. അതിനിടയ്ക്കുണ്ട് രസം. ഞാൻ അതെല്ലാം കൂടി ഇട്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല, വളരെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാത്രം ഒരു മാറ്ററായി ഇൻഷാ അല്ലാഹ് വേറൊരു പ്രസംഗം നടത്തുന്നുണ്ട്. അപ്പോൾ വളരെ ശക്തമായി എന്നെ അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമില്ല എന്ന് പറഞ്ഞ ആളാ, ശക്തമായി പ്രസംഗിച്ച് നടന്ന ആളാ. എന്നിട്ട് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫി എന്തൊക്കെയോ ചെയ്ത് എന്തെടുത്തു, മനം മയക്കിയിട്ട് എന്നെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ്, അനസിനെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ്, അനസേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അതാ മൂപ്പറെ കാര്യപ്പെട്ട വാത്. അല്ല ഉസ്താദെ, ആയത്തുണ്ടോ? ഈ വാദത്തിനൊരു ആയത്തുണ്ടോ? കേൾക്കാം. ഹദീസുണ്ടോ? കേൾക്കാം. ഒരായത്തോ ഹദീസോ തെളിവുണ്ടോ? ഇതല്ല, കുറേ ക്ലിപ്പുണ്ട് എന്ന്, അനസിൻ്റെ ക്ലിപ്പുണ്ട് എന്ന്. ആ ക്ലിപ്പ് എന്താ? ഇതാണ്. ബഹ്റൈനിൽ വെച്ച് എന്നെ ന്യായീകരിച്ചില്ലേ നീ എന്നാണ് എന്നോട് ചോദിക്കുക. ശരിയാണ്, ഞാൻ ന്യായീകരിച്ചിട്ടുണ്ട്. അതിന് തക്കതായ കാരണമുണ്ട്, വെറുതെ ന്യായീകരിച്ചല്ല. അത് ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാണ് ന്യായീകരിച്ചത്? അത് ശരിയല്ലല്ലോ. പിന്നെ തൗബ ചെയ്തു എന്നാ. അതും വേറൊരു തട്ടിപ്പാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൗബ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിലൊരു തട്ടിപ്പ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മുമ്പുള്ള വിശ്വാസം ഇതായിരുന്നു, ഈ പിഴച്ച വാദമായിരുന്നു എൻ്റെ വിശ്വാസം. എന്നിട്ട് ഇപ്പോൾ അനസ് തൗബ ചെയ്തു എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ട് ഉമർ മൗലവിയുടെ പേരിൽ സംഭവിച്ച ഒരു സംഭവമുണ്ട്. കൊച്ചിയിൽ അദ്ദേഹം വളരെ ശക്തമായി പുതിയ പള്ളി കേന്ദ്രീകരിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായി അടരാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ വളരെ ശക്തമായി, കാരണം അന്ന് കല്ലും നെല്ലും വേർന്നിട്ടില്ല, മുജാഹിദുകൾക്കിടയിലാണ് ജമാഅത്തുകാരും. ജമാഅത്തും മുജാഹിദും മൗദൂദി ജമാ മുജാദ എല്ലാം കൂടെ ഒന്നിച്ചെങ്ങനെ നടക്കുക അവലൂസായിട്ട്. ഇത് രണ്ടും കൊണ്ട് വേർപെട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഉമർ മൗലവി അന്ന് ഈ രോഗം മനസ്സിലായിട്ട് ഉമർ മൗലവി ഇതിനെ പറിച്ചു മാറ്റേണ്ട ഇടയെന്ന്. അപ്പോൾ ഉമർ മൗലവി ഇടപെട്ട്, ഉമർ മൗലവിക്ക് കാര്യം മനസ്സിലായെന്ന് ജമാഅത്തുകാർക്ക് മനസ്സിലായി. ജമാഅത്തുകാർ ഉമർ മൗലവി ഏറ്റവും വലിയ ശത്രുവായി. അങ്ങനെ ശത്രുവായി കഴിഞ്ഞപ്പോൾ ഉമർ മൗലവി കാഫിറാണ്, നരമ്പ് രോഗിയാണെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കി കൊച്ചിയിൽ. ആര്? ജമാഅത്തുകാർ. കാഫിറാണ് ഉമർ മൗലവി. ആ സന്ദർഭത്തിൽ ഉമർ മൗലവി ആ രംഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അന്ന് പുതിയ പള്ളിയുടെ മുന്നിൽ സ്റ്റേജ് കെട്ടി. ആ സ്റ്റേജ് കെട്ടിക്കിട്ട് ഞാൻ കണ്ണ് നനഞ്ഞുകൊണ്ട് ആ സ്റ്റേജിലേക്ക് കടന്നു ചെന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദ് സലാഉല്ല അമൃത്സരിക്ക് സംഭവിച്ചതുപോലെ ഉള്ള ആ ഒരു അവസ്ഥയാണല്ലോ എനിക്കെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ കാഫറാണെന്ന് പറഞ്ഞ് ജമാഅത്തുകാർ നോട്ടീസ് ഇറക്കിയപ്പോൾ ആ നോട്ടീസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സ്റ്റേജിൽ കയറി ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജമാഅത്തുകാർ എന്നെക്കുറിച്ച് പറയുന്നു ഞാൻ കാഫിറാണ് എന്ന്, അതുകൊണ്ട് ഞാൻ ഉറക്കെ പറയുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ച് മുസ്ലിമാകുന്നു എന്ന് ഉമർ മൗലവി പറഞ്ഞു. ഇത് കേട്ടിട്ട് ഇവരെങ്ങാനും ഇത് കേട്ടിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? ആഹാ, അപ്പോൾ ഇത് പറയുന്നവരെ ഉമർ മൗലവി ആരായിരുന്നു? കാഫിറായിരുന്നു. അതുകൊണ്ടല്ലേ ഷഹാദത്ത് കലിമ ചൊല്ലി പിന്നെ മുസ്ലിമായത്. അപ്പൊ ഇത്രയും കാലം പ്രസംഗിച്ച CD ഒക്കെ പിൻവലിക്കണ്ടേ? ഇത്രയും കാലം അദ്ദേഹം എഴുതിയതൊക്കെ പിൻവലിക്കണ്ടേ? അദ്ദേഹത്തിന്റെ ഖുത്ബയൊക്കെ ക്യാൻസലായില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ ജാതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറയണ ആരാ? സക്കരിയ മൗലവി. പരിഹസിക്കുന്നതാരാ? സക്കരിയ മൗലവി. ഏത് സക്കരിയ മൗലവി? ദഅ്വാ രംഗത്ത് സിനിമ, ദഅവത്തിന് വേണ്ടി സിനിമയെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പഠിക്കുന്ന കാലത്ത് എഴുതിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായത് ശരിയായില്ല, മൂപ്പര് തിരുത്താൻ പാടില്ല അല്ലേ? സിനിമ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് എഴുതിയ ലേഖനം എഴുതിയ അൽമനാറിൽ അത് മടവൂരികൾ പൊക്കി പിടിച്ചോണ്ട് വന്നു. അപ്പോഴാണ് പറഞ്ഞത് എന്ത്? അത് ഞാൻ അറിയാതെ പഠിക്കാൻ, ഞാൻ പ്രിലിക്ക് പഠിക്കുമ്പോൾ എഴുതിയൊരു ലേഖനാണ്, അന്നേ ഞാൻ അറിയില്ലാതെ എഴുതിപ്പോയതാണ്, പിന്നെ തിരുത്തിയതാണ്. പിന്നെ നോക്കുമ്പോൾ സ്വലാഹിയായി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞെന്താ? ഷിർക്ക് സിഹിറുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആള് മുശ്രിക്കായി. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ച മുശ്രിക്കായി. ഇമാം ബുഖാരി മുശ്രിക്കായി, അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കായി, ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ മുശ്രിക്കായി. കുറേ കാലം പ്രസംഗിച്ചു നടന്നു. അവസാനം ആ സംഘടന തങ്ങളുടെ നിലപാട് പോലും വ്യക്തമായി പഠിക്കാതെ മനസ്സിലാക്കാതെ പ്രസംഗിച്ച് നടന്നിട്ട് അവസാനം പിന്നെന്തെടുത്തു? പിന്നെ തിരുത്തി പറഞ്ഞെന്താ? എനിക്ക് അബദ്ധം പറ്റിയതാ, ഞാൻ സലാസുല്ലയുടെ വാലായിരുന്ന കാലത്ത് എഴുതിയതാ, ഞാൻ തൗബ ചെയ്യുന്നു, അള്ളാഹ് എനിക്ക് പുറത്തു തരട്ടെ എന്ന് പ്രസംഗിച്ചു നടന്നു. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ്, ഒരു കുട്ടിയുടെ ശരീരത്തിലുള്ള ജിന്നിനെ അള്ളാഹുവിന്റെ റസൂൽ ഇറക്കി, ഉഖ്റുജ് അദുവല്ലാഹ് എന്ന് പറഞ്ഞ് ഇറക്കി. അത് മുഅ്ജിസത്തല്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു മുഅ്ജിസത്തായേക്കാം എന്ന് പറഞ്ഞു.
ആ മുഅ്ജിസത്തായേക്കാമെന്ന് പറഞ്ഞു, തിരുത്തി. ഇങ്ങനെ ഒരു 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 വിഷയം തന്നെ അങ്ങനെ കിടപ്പുണ്ട്. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, എന്തിനാ ബഹ്റൈനിൽ അനസെ നീ ന്യായീകരിച്ചത്? സക്കരിയ മൗലവിക്ക് അങ്ങനെ വാദമില്ല എന്ന് പറഞ്ഞത് ആ ക്ലിപ്പല്ല ഇപ്പോൾ ഇടുന്നത്. ശരിയാണ്, അത് പറയാൻ എനിക്ക് വ്യക്തമായ ഒരു ന്യായമുണ്ട്. ഒന്ന്, ഞങ്ങളുടെ മുന്നിൽ വന്ന് എഴുതി ഒപ്പിട്ട് തന്നു. എന്താ ഒപ്പിട്ട് തന്നത്? ഇത് ശിർക്കാണ്, ഇത് ശിർക്കാണ്. ഈ വിഷയത്തിൽ നടന്ന ചർച്ച, ആ ചർച്ചയാണ് ഈ കാണുന്നത്. 10ഓളം വരുന്ന ആളുകൾ മദീനത്തുൽ ഉലൂമിൽ ചേർന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് PN-ൻ്റെയും അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിൻ്റെയും സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നടത്തിയ ചർച്ച. ആ ചർച്ചയിൽ 11ാമത്തെ സംഗതി എന്താണെന്നറിയോ? ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാകുന്നു. കണ്ടോ? ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. 11ാമത്തെ സംഗതി. ഇതിൽ ഒപ്പിട്ട ആളാരാ? ഒപ്പിട്ടത് ആരുണ്ട്? അതെ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരുണ്ട്, PN അബ്ദുൽ ലത്തീഫ് മദനിയുണ്ട്, M അബ്ദുറഹ്മാൻ സലഫിയുണ്ട്, KK സക്കരിയ സലാഹിയുണ്ട്, ഹനീഫ് കായക്കൊടിയുണ്ട്, വിനീതനായ ഞാനുണ്ട്. ഇവരൊക്കെ ഉണ്ട്. എല്ലാവരും ഇരിക്കുമ്പോൾ മൂപ്പരായി വിഷയം പറഞ്ഞപ്പോൾ എഴുതി ഇദ്ദേഹം ഒപ്പിട്ട് തരികയാണ്. എന്താ ഒപ്പിട്ടത്? അതെ, ജിന്നിനോട് സഹായം തേടുന്നത് അതൊരിക്കലും അനുവദനീയല്ല, ഹറാമെന്നേ പറയാൻ പറ്റുള്ളൂ എന്നല്ല, നേരെ മറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുന്നത് അത് തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ് എന്നാണ്. സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇത് എഴുതി ഒരാൾ ഒപ്പിട്ട് തന്നാ പിന്നെ നമ്മളെന്താ പറയേണ്ടത്? നമ്മളയാളെ വിശ്വസിക്കൂലേ? നമ്മളെന്ത് പറയും? ഈ മനുഷ്യന് വേറെ വാദമില്ല, ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇത് എഴുതി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയാൽ അത് തിരുത്തിയെന്ന് മനസ്സിലാക്കണം. അത് തിരുത്തിയെന്ന് മനസ്സിലാക്കണം, അല്ലേ? സ്വാഭാവികമായും അടുത്ത സ്റ്റേജിൽ എതിരാളികൾ വരും. സക്കരിയ മൗലവിക്ക് അങ്ങനെ വാദമുണ്ട്, നമ്മുടെ മുന്നിൽ എഴുതി ഒപ്പിട്ടെന്ന ആളല്ലേ, നമ്മളയാളെ വിശ്വസിക്കും? ഇല്ല, അങ്ങനെ വാദമില്ല. നിങ്ങൾ പറയണ പോലല്ല, അദ്ദേഹത്തിന് വാദമില്ല. മാത്രമല്ല അദ്ദേഹം തന്നെ തേടാമെന്ന് എവിടെ പറഞ്ഞു? 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു. ക്ലിപ്പ് തേടാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ ശിർക്കാണോ ശിർക്കല്ലേ? ആ വിഷയത്തിലോ ശിർക്കാണെന്ന് എഴുതി ഒപ്പിട്ട് തന്ന രേഖ കയ്യിരിക്കുമ്പോൾ കയ്യിൽ തെളിവുണ്ട്, അത് വെച്ചാ പറയുന്നത്. പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൽബ് അദ്ദേഹം പുറത്താക്കിയത്. നമുക്ക് ഈ ഹൃദയം കാണാൻ കഴിയുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ, ഒരു മനുഷ്യനെ മനസ്സ് കാണാൻ പറ്റില്ലല്ലോ. ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത് കേട്ടോളൂ, അവിടെയാണ് വൈരുദ്ധ്യമുള്ളത്. ഇവിടെ എന്നിട്ട് പറയാം, 3 വട്ടം ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഏത് 3 വട്ടം? ഒന്ന് ഇതാ, മനസ്സിലായില്ലേ? പിന്നെ ഒന്നേതാണെന്നറിയോ? ഒന്ന് PN-ൻ്റെ നേതൃത്വത്തിൽ ഇന്ന് റുഖിയനെ പറ്റി നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു. കണ്ടോ? ഇതാണ് PN-ൻ്റെ നേതൃത്വത്തിൽ 10 ആളുകൾ കൂടിയിരുന്ന എടുത്ത തീരുമാനം. നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു എന്നാണ്. ഇവിടെ എന്നിട്ട് പറയാം, 3 വട്ടം ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഏത് 3 വട്ടം? ഒന്ന് ഇതാ, മനസ്സിലായില്ലേ? പിന്നെ ഒന്നേതാണെന്നറിയോ? ഒന്ന് PN-ൻ്റെ നേതൃത്വത്തിൽ ഇന്ന് റുഖിയനെ പറ്റി നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു. മഗ്‌രിബിയായി. അപ്പോൾ ഒക്കെ ഇങ്ങനെ രേഖപ്പെടുത്തുക, എഴുതിയത് റഫ് എഴുതിയൊക്കെ മാറ്റി ചെയ്താ. അപ്പോൾ ഇയാൾ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് കയ്യിലാണ്ട് എഴുതിക്കാളാണ്. അപ്പോൾ അനീഫി അനസ് നേരത്തെ പ്ലാൻ ചെയ്ത് വന്നതാ. അപ്പോൾ അനീഫ വേഗം ജിന്നോട് സഹായം ചോദിക്കുന്ന തൗഹീദ് വിരുദ്ധം ശിർക്കുമാണ് മൂപ്പര് പറഞ്ഞു കൊടുക്കുക, ഇയാൾ എഴുതുക. അപ്പം ഞാൻ പറഞ്ഞു, ഇതുവരെ നമ്മൾ ഇങ്ങനെയല്ലല്ലോ, ഓരോ വിഷയവും ചർച്ച ചെയ്തതിൻ്റെ നെച്ചീജാണ് എഴുതിയത്. PN-നോട് നമ്മൾ PN ഇങ്ങനെയല്ലേ? പറപ്പൂരും പറഞ്ഞു, അത് ശരിയാണ്, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്താണ് എഴുതണ്ട. വലിയാണിച്ചു, എനിക്കിവിടെ ഇരിക്കാൻ താല്പര്യമല്ല, നിങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാന്ന് നിങ്ങൾക്ക് ധൈര്യമില്ലല്ലേ? ഞാൻ ഈ മനുഷ്യനെ വിചാരിച്ചു, PN ചോദിച്ചു, ഈ മനുഷ്യനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്ര നേരുന്നത്, നിങ്ങൾക്ക് ഒന്നും പറ്റുമില്ലെങ്കിൽ ഞാൻ പോവുകയാണ്, എനിക്കൊന്നും സൗകര്യമില്ല. അപ്പം ഷമീർ മദീനി ഹംസ മദീനി പറഞ്ഞു, ജിന്നുകളോട് സഹായം ചോദിക്കാന്ന ജിന്നെ കാക്കണേ, നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചോളി, അയാൾക്ക് പറ്റി വ്യാഖ്യാനിച്ചോട്ടെ, നിങ്ങളെ മനസ്സിൽ ഒപ്പിട്ടോളി. ഇത്രയും നല്ല നല്ല തീരുമാനങ്ങൾ റുഖിയ ശറയ്യെ പറ്റി ഇവിടെ കിട്ടിയിട്ട് അയാളെ ഇന്ന് കൊതറിച്ചാടും. ഒപ്പിടി അവിടെയാണ്. അപ്പം ഞാൻ ഒപ്പിട്ട് എൻ്റെ മനസ്സിൽ അതെന്നെ എപ്പോഴുള്ളൂ. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് പറഞ്ഞാൽ ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ശിർക്കാണ്. അതിനെ നമ്മൾ ഒപ്പിട്ടത്. ഇന്ന ഭൗതിക സഹായം ചോദിച്ചാലോ അത് ഹറാമാണ്, ഭൗതികാരം ചോദിച്ചാലോ ഹറാമാണ്, വസീല ശിർക്കാണ്. ശിർക്കാണോ? ശിർക്കാവൂല. കണ്ടോ? ഭൗതികമായ കാര്യം ജിന്നോട് ചോദിച്ചാൽ അപ്പോഴും ഇത് ഒപ്പിടുമ്പോഴും മനസ്സിലെന്തുള്ളത്? മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിക്കണ പോലെ വിളിച്ചാണെങ്കിൽ ശിർക്കാണ്. ഭൗതികമായ കാര്യം ചോദിച്ചാണെങ്കിൽ ഹറാമേ ആവുള്ളൂ, വസീലത്ത് ശിർക്കാവുള്ളൂ. ശിർക്കാവില്ലെന്ന് എൻ്റെ മനസ്സിലുള്ളത് നമുക്കത് അറിയില്ലല്ലോ, കൽബിലുള്ളത് കാണാൻ കഴിയില്ലല്ലോ.
സ്വാഭാവികമായി നമ്മളെന്ത് പറഞ്ഞെടുക്കും? ഇത് വിശ്വസിക്കുക, ഇയാൾ ഒപ്പിട്ട് തന്നല്ലേ. നമ്മൾ പ്രസംഗിച്ചു കിടന്നു. അവസാനം മൂപ്പര് പിന്നെ വീണ്ടും തൻ്റെ ഈ പിഴച്ച വാദർശങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇത് അപകടമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയത്. അപ്പോൾ നമ്മളെ കിളിപ്പിട്ടിട്ട് ചോദിക്കുകയാണ്, ഏയ് നീയല്ലടാ എന്നെ ന്യായീകരിച്ചത്, താനല്ലടോ ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നത്. അല്ല തിരിച്ചു ചോദിക്കേണ്ടത്, നിങ്ങൾ ഒപ്പിട്ട് തന്നിട്ടല്ലേ നമ്മൾ പറയുന്നത്. നിങ്ങൾ ഒപ്പിട്ട് തന്നതിൻ്റെ ബലത്തിലാ, നിങ്ങളുടെ ആദർശം അതാന്ന് വിചാരിച്ചാ പറയുന്നത്, നിങ്ങൾ സത്യസന്ധനാന്ന് വിചാരിച്ചാ പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ നിഫാഖുണ്ട് എന്ന് ഞങ്ങൾക്ക് കാണാനുള്ള കണ്ണുണ്ടായിരുന്നില്ല. നിങ്ങളുടെ നാവിലൂടെ ഈ പിഴച്ച വാദം പിന്നെ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ബാധ്യത അതാ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആക്ഷേപിച്ചാലും കളിയാക്കിയാലും ഒക്കെ ഞങ്ങൾ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. കാരണം ഈ പിഴച്ച വാദത്തെ എതിർക്കുക എന്നുള്ളത് മറ്റാരെക്കാളും ഉപരി എൻ്റെ ബാധ്യത ഇന്ന്. കാരണം ഇയാളുടെ ഈ ഒപ്പും ഈ എഴുത്തും ഇയാളുടെ ഈ വർത്താനവും വിശ്വസിച്ചിട്ട് അത് ശരിയാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ആ പറയുന്നത് വിചാരിച്ച് ഒരുപാട് പ്രസംഗിച്ച ആളാണ് ഞാൻ.